എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റുകൾക്ക് ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ വീഡിയോ തുടക്കത്തിലെ ഒരാളുടെ കരച്ചിലാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ ഷാജിദ ഷാജി. പുള്ളിക്കാരത്തി ചങ്ക് പൊട്ടി കരയുന്നൊരു കാഴ്ചയാണ്. ഒരാൾ കരയുന്നതിനോട് നമുക്ക് ഒരിക്കലും പരിഹസിക്കാൻ പറ്റില്ല. പരിഹസിച്ചുകൊണ്ട് പറയുന്നതല്ല, അവരെന്തിനാണ് കരയുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ആദ്യം നമുക്ക് അത് ഒന്ന് കണ്ടിട്ട് വരാം. ഇത്രയേറെ കരയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സീരിയസ് ആയിട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് തിരക്കാം. ഞാനിവിടെ പോവില്ല. എന്റെ മക്കളുടെ മാർഗം എനിക്ക് കിട്ടണം. അല്ലാതെ ഞാനിവിടെ പോവില്ല. എന്റെ കുട്ടീൻ്റെ മാർഗം എനിക്കിതൊരു തീരുമാനം. എന്റെ കുട്ടിയുടെ മാർഗം, എന്റെ ചാച്ചുവിന്റെ മാർഗം D+, ഫുള്ള് D+ എല്ലാ സ്ഥലത്തിലും പഠിച്ച് എങ്ങനെയൊക്കെ പഠിപ്പിച്ച് എന്റെ മക്കളുടെ ഭാവിയില്ലാണ്ടാക്കി. എന്റെ മക്കളുടെ ഭാവിയില്ലാണ്ടാക്കി. എനിക്ക് ജീവിക്കണ്ട. എന്റെ മക്കളുടെ ഭാവിയില്ലാണ്ടാക്കി. ഞാനിനി എങ്ങനെ പ്രൈവറ്റ് ഗവൺമെന്റ് സ്കൂളിൽ ചേർക്കും? ഇവനൊക്കെ ഫുള്ള് 7, 8, 9, 8, 9, 10, 3 കൊല്ലം പഠിപ്പിച്ചു എന്റെ മക്കളുടെ ഭാവിയില്ലാണ്ടാക്കി. ഞാൻ എന്ത് ചെയ്യാം? എനിക്കറിയാൻ തീരുമാനം പൈസ ഉള്ളവരുടെ കൂടെ എന്റെ കുട്ടീന്റെ PC വാങ്ങാൻ 2 കൊല്ലം വരെ എനിക്ക് മാർക്ക് ലിസ്റ്റ് കാണിച്ചിട്ടില്ല. 2 കൊല്ലം എന്റെ മാർക്ക് ലിസ്റ്റ് കാണിക്കാം. എന്റെ കുട്ടീന്റെ എങ്ങനെ ഒരാളിനെ എനിക്ക് പ്രേമിച്ച് 5 ആളുകളെങ്ങനെ ഞാൻ പഠിപ്പിക്കുന്നത്? എങ്ങനെ ഞാനിവിടെ പോരാ. ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ഇവിടെ തന്നെ ഇരിക്കും. കിട്ടും. നാളെ വரைக்கும் ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. പോകാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഇവിടെ തന്നെയല്ലേ ഇരുന്നതില്ലേ? 2 കൊല്ലം ഇവിടെ തന്നെയല്ലേ ഇരുന്നത് സാറേ? എന്നാ വേണ്ട, ഞങ്ങൾ ഇരുന്നോളാം, കുഴപ്പമില്ല. നിങ്ങൾ വേണ്ട, നിങ്ങൾ ആരും കുഴപ്പമില്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ കേട്ടിട്ട് കൂട്ടാനും തള്ളാനും വന്നോ. ഇവിടെ ഓടി കൊണ്ട് വരികയും തന്നെ തള്ളാനും ക്ഷമയിൽ വന്നാൽ ഓടി കൊണ്ട് വന്നിട്ട് എത്രയും പാരൻസിന്റെ പൊലാടിച്ചെന്ന് വരെ എന്നെ വിളിച്ചല്ലേ. മക്കൾ വലിയ കഷ്ടം വന്ന ഞാൻ 2 മാരോട് നിഴങ്ങിയാണ്. എന്നിട്ട് പൈസ ഉണ്ടാക്കാൻ എന്റെ മക്കളെ നോക്കിയാണ് പറഞ്ഞുണ്ടാക്കി. എനിക്ക് ഇതിനോട് തീരുമാനം കേട്ടാണ് എന്റെ മക്കളുടെ ഇവര് കഴിഞ്ഞ 9 മണി വരെ എന്റെ കുട്ടികളുടെ സ്റ്റേഷനിൽ നിർത്തിച്ചു. എന്നിട്ട് ഇവർ 9 മണിക്ക് ഇവർ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഇവർ തരാന്ന് പറഞ്ഞിട്ടുണ്ടായി. എന്തുകൊണ്ട് തന്നില്ല? എന്നോട് ഇവർ തന്നില്ല. ഇത് ചോദിച്ചപ്പോ എന്റെ മോന്റെ മാർക്കാണ് ഫുള്ള് A+ മോൻ 6ാം ക്ലാസ് വരും. എല്ലാ സ്ഥലത്തിനും ഞാൻ ഇന്നലെ കൂടി സ്റ്റാറ്റസ് ഇട്ടാണ് എന്റെ കുട്ടിയുടെ സ്ട്രോക്ക് കിട്ടിയിട്ടു. അവന് പേപ്പറിൽ വന്നു. ഞാൻ 1 തൊട്ട് 10 വരെ ഫുൾ മാർക്ക് വെച്ച് ജയിച്ച ഒരാളാണ്. ഞാൻ തോൽക്കാണ്ട് പഠിച്ചൊരു വ്യക്തിയാണ്. എന്റെ കുട്ടികൾക്ക് അതേപോലെ എനിക്ക് പഠിക്കാൻ പറ്റില്ല. അവരുടെ ഉപ്പായി അവരുടെ വീട്ടിട്ട് പോയി. എനിക്ക് എന്റെ മക്കളാണ് എന്റെ ജീവിതം. എന്റെ മക്കൾക്ക് തന്നെ ഞാൻ കട്ടിപ്പില്ല. എനിക്ക് ഈ സ്ഥാപനത്തിൽ നിന്നാണ് എനിക്കിതൊന്നും ഒരു തീരുമാനം തരാൻ. ഞാനിവിടെ മരിക്കാനാണ് ഇതിനുള്ളത്. ഞാൻ അറിഞ്ഞില്ല. എനിക്ക് ഈ നെല്ലിപ്പുഴ DSS സ്കൂളിൽ സ്ഥാപനത്തിൽ എനിക്കിത് ശരിയുമാറ്റി മാനേജ്മെന്റ് എനിക്ക് ഇവിടുത്തെ A to Z കാര്യങ്ങൾ അറിയില്ല. എന്റെ നാടിയോടെ അല്ല. ഞാൻ പത്തിരിപ്പാട് നിൽക്കാനൂടെ വന്നതാണ്. എനിക്ക് എന്റെ കുട്ടീന്റെ മാർക്ക്, എന്റെ കുട്ടീന്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഷാജിയുടെ കുഞ്ഞിൻ്റെ മാർക്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും D+ ആണ്. അതാണ് ഷാജിക്ക് ഇത്രയേറെ സങ്കടം വന്നത്. D+ ആണ് എല്ലാത്തിനും മാർക്ക്. അപ്പോൾ ഷാജിയുടെ സങ്കടം എന്താണെന്ന് വെച്ചാൽ, 6ാം ക്ലാസ് വരെ ഫുൾ A+ മേടിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ് ഇപ്പോൾ D+ ആയിപ്പോയത്. അപ്പോൾ അത് മനഃപൂർവ്വം ആ ഒരു മദ്രസയിലുള്ള ആളുകൾ ചെയ്തത് എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരത്തി പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ അത് അവരുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് ആണ് എന്നായിരിക്കണം അവർ പറയുന്നത്. എന്തായാലും അതെനിക്ക് അത്ര ക്ലിയർ ആയിട്ടില്ല, കാരണം ഇവരിങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതിൽ
അത്ര ക്ലിയർ ആയിട്ടില്ല. പുള്ളിക്കാരത്തി പറയുന്നത് പക്ഷേ മദ്രസയിലുള്ള ആളുകൾ, അതായത് ഈ എക്സാം നടത്തിയ അധ്യാപകർ മനഃപൂർവ്വം കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു അല്ലെങ്കിൽ കുട്ടിയെ ശ്രദ്ധിക്കാതിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഇതിനു മുമ്പ് ഫുൾ A+ മേടിച്ച കുട്ടി പെട്ടെന്നൊരു സമയം കൊണ്ട് ഇത്രയും മാർക്ക് കുറയണമെന്നുണ്ടെങ്കിൽ അത് അവരുടെ കയ്യിലെ പിടിപ്പുകേടാണെന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. എന്താ എൻ്റെ ഷാജി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഷാജി കുട്ടിയുടെ കാര്യത്തിൽ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു എന്നേ ഞാൻ പറയത്തുള്ളൂ. കുട്ടിയെ പഠിക്കാനായിട്ട് യത്തീംഖാനയിൽ കൊണ്ടാക്കിയിട്ട് ആ കുട്ടി അത് അവിടെ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒരു മാസത്തിൽ 2 തവണയെങ്കിലും പോയൊന്ന് തിരക്കണ്ടേ? ശരിയാണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, പരിമിതികളുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ എന്നാൽ പോലും നിങ്ങൾ എല്ലാ സ്ഥലത്തും വ്ളോഗ് ചെയ്യാനും വീഡിയോ എടുക്കാനൊക്കെ പോകുമല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ അധ്യാപകരുമായിട്ട് നിരന്തരം ഫോണിലെങ്കിലും ബന്ധപ്പെടണമായിരുന്നു. എങ്കിൽ കുട്ടികളുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുമായിരുന്നു എന്ന് നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ കിടന്ന് നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ട് എന്താ കാര്യം? ഷാജി പറയുന്നത് ഞാൻ ഇവിടെ നിന്ന് പോവില്ല, ഇതിനൊരു തീർപ്പുണ്ടായിട്ടേ പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി അവിടെ തന്നെ കുത്തിയിരിക്കുകയാണ്. പുള്ളിക്കാരത്തി പറയുന്നത് മുമ്പൊരിക്കൽ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായവർക്ക് പോലീസിനെ വിളിച്ചെന്നോ അങ്ങനെ ഏതാണ്ടാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. എന്നെ ഇവിടെ നിന്നും വലിച്ച് നിങ്ങൾക്ക് ഗേറ്റിന് പുറത്ത് കൊണ്ടാക്കിയിട്ട് കതകടയ്ക്കാനല്ലേ, ഗേറ്റ് പൂട്ടാനല്ലേ, ഞാൻ പോവില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഷാജി അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇനി ബാക്കി എന്താണെന്ന് കേൾക്കാം. ആൾക്കാരൊക്കെ എന്നെ തല്ലാൻ വന്ന ആൾക്കാരാണ്. ഈ പറയുന്ന ആൾക്കാരൊക്കെ എന്നെ തല്ലാൻ വന്നവരാണ്. ഇവിടുത്തെ ഷെമീർ പറയുന്ന ഇവര് അതാ നിൽക്കണ അവരൊക്കെ എന്നെ തല്ലാൻ വന്നതാണ്. ഇവരാണ് അത് എന്നിട്ട് ഇവര് നിസാരായിട്ട് ഊരി വന്നാണ് അവൻ. ആ പറയുന്ന അവൻ ഒരു കുട്ടിനെ കൊന്നിട്ട് നിസാരായിട്ട് ഊരി വന്നതാണ്. ഇവര് ഇങ്ങനത്തെ ഫ്രോഡ് തരാണ് നടക്കുന്നത്, ഫ്രോഡുകളാണ്. എനിക്കിതിനുള്ള ഒരു ഉത്തരം കിട്ടിയേ പറ്റുള്ളൂ. എന്റെ മക്കളുടെ ഭാവിയാണ് ഇല്ലാതാക്കി. ഞാൻ ഇവിടുന്ന് പോവില്ല. എനിക്കിതിനുള്ള എന്റെ കുട്ടികളുടെ ഭാവി എടുത്ത് തന്നെ പിന്നെ 10 ക്ലാസ് കുറിച്ച് കൊടുക്കും. എങ്ങനെ ചേർത്ത് ചാച്ച ഈ മാർക്കറ്റ് കൊണ്ട് എങ്ങനെ ചേർക്കും? എല്ലാ ചാച്ച ഗവൺമെന്റ് സ്കൂളിൽ എനിക്കിങ്ങനെ ഒരു 6ാം ക്ലാസ് മാർക്ക് പറയും. നീ പറയടാ, ഇപ്പൊ എല്ലാ കാലം മുതലേക്ക് നിങ്ങൾക്ക് ഇങ്ങനെയാണ് മാർക്കറ്റാണ്, ഇങ്ങനെയാണോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്? ആണോ? എന്റെ പെണ്ണുങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റും, പെണ്ണുങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. ഈ 10ാം ക്ലാസ് എഴുതി ഇവിടെ എന്താ പഠിപ്പിക്കും? ഇവിടെ എന്താ ഈ ഇഷ്ടമാർ ചെയ്യുന്നത്? നിങ്ങളുടെ കാര്യം ഇവിടെ വേറെ കുട്ടി ഐമൻ പറഞ്ഞ കുട്ടീനെ എന്താ ചെയ്തു? എന്തായിരുന്നു? എത്ര ആൾക്കാർ വീട് ഗ്രൗണ്ടിൽ, ഫുൾ ഗ്രൗണ്ടിൽ റൂമിൽ വെച്ച് തള്ളി. ആരൊക്കെ നിങ്ങളൊക്കെ കണ്ട? എല്ലാവരും കണ്ട? പിന്നെ ആരൊക്കെ കണ്ടു? വേറെ ആരൊക്കെ കണ്ടു? ഐമൻ എനിക്ക് മെസ്സേജ് അയച്ചാ ഉമ്മാനെ അടുത്ത് പറയാൻ പറഞ്ഞു മെസ്സേജ് അയച്ചാ. എന്താണ് ആ കുട്ടി പ്രശ്നം? സഫ്വാൻ പറഞ്ഞ കുട്ടി എങ്ങനെയാണ് പ്രിൻസിപ്പാളിന്റെ റൂമിൽ ഇറങ്ങി വരുന്നത്? 12 1 മണി. അപ്പോൾ ഈ ഒരു വീഡിയോയിലെന്ന് പറഞ്ഞാൽ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനും ചർച്ച ചെയ്യാനും ഉണ്ട്. വലിയ വലിയ കാര്യങ്ങളൊക്കെ ഷാജി പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് കുറച്ച് ഗൗരവമായിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട്, കാരണം ഇപ്പോൾ തന്നെ 8 മിനിറ്റോളം വീഡിയോ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് വലിച്ച് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഷാജിയുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് മാർക്ക് കുറഞ്ഞതെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം കുട്ടികളെ യത്തീംഖാനയിൽ കൊണ്ടാക്കി, ശരി, നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് കൂടെ നിർത്തി നോക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടോ നമ്മൾ കൊണ്ടാക്കി. പക്ഷേ കുട്ടികളിവിടെ പഠിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കടമ കൂടി അമ്മയായ താങ്കൾക്കുണ്ടായിരുന്നു. ഒന്നുകിൽ ഡെയിലി പോകാനൊന്നും പറ്റത്തൊന്നുമില്ല, അത് നമ്മൾ സമ്മതിക്കുന്നു. മാസത്തിൽ 2 തവണയെങ്കിലും പോകാമായിരുന്നു. പിന്നെ അതല്ലെങ്കിൽ അധ്യാപകരുമായിട്ട് നിരന്തരം ഫോണിൽ ബന്ധപ്പെടാമായിരുന്നു. പിന്നീട് ഇവർ തന്നെ പറയുന്നുണ്ട്, അധ്യാപകർക്കൊന്നും ഇവരോട് വലിയ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പിന്നീട് മാർക്ക് കുറഞ്ഞതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ മറ്റൊരു വീഡിയോയിൽ ഷാജി പറയുന്നുണ്ട്, വ്യക്തമാക്കുന്നുണ്ടായിരുന്നു, ഷാജിയുടെ 2 ആൺകുട്ടികൾ ഒരു പെൺകുട്ടിയുമായിട്ട് ഫോണിൽ നിരന്തരം ചാറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞത്. അവിടെ അതുപോലെയൊക്കെ ഉത്തരവാദിത്വമില്ലാത്ത കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. പുള്ളിക്കാരത്തിയുടെ മക്കൾ ചാറ്റൊന്നും ചെയ്യില്ല, പക്ഷേ പെൺകുട്ടികളാണ് ആൺകുട്ടികളെ ചാറ്റ് ചെയ്യുന്നത്, വളരെ മോശമായ രീതിയിലൊക്കെ ചാറ്റ് ചെയ്യുമെന്നൊക്കെയാണ് ഷാജി പറഞ്ഞു വെക്കുന്നത്.
പക്ഷേ കുട്ടികൾ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള കാര്യമൊന്നും ഷാജി വെളിപ്പെടുത്തുന്നില്ല. കാരണം കുട്ടികളല്ലേ, യത്തീംഖാനയിൽ പഠിക്കുന്ന കുട്ടികളെന്ന് പറയുമ്പോൾ അവരെ നോക്കാനുള്ള അത്രയും ബുദ്ധിമുട്ടുകളുണ്ടല്ലേ കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടാക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾ ആരാണെന്നൊന്നും അവർ പറയുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ ഷാജി നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് താൻ കുടുങ്ങിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പറയുന്നതിന് അത്രയും വ്യക്തമായ തെളിവുകളുണ്ടെങ്കിൽ മാത്രമേ സംസാരിക്കാവൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. പിന്നീട് താങ്കൾ പറയുന്നത് ഒരു സ്ഥാപനത്തെക്കുറിച്ചിട്ടാണ്, അവിടെ നടക്കുന്ന ചില കൊള്ളരുതായ്മകളെ കുറിച്ചിട്ടൊക്കെ ഷാജി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കുഞ്ഞുങ്ങളെ കൂടി കൂട്ടുപിടിച്ചാണ് സംസാരിക്കുന്നത്. അതായത് നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്, മദ്രസയിൽ നടക്കുന്ന വൃത്തികേടുകളെ പറ്റിയിട്ടൊക്കെയാണ് പുള്ളിക്കാരത്തി തുറന്നു പറയുന്നത്. അപ്പോൾ അതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് നമുക്കറിയില്ല. നമുക്ക് മദ്രസ എന്താണെന്ന് പോലും അറിയില്ല സത്യം പറയുകയാണെങ്കിൽ. പുള്ളിക്കാരത്തി പറയുന്നുണ്ട് അതിന് സ്വന്തം മക്കളെയും കൂട്ടുപിടിച്ചിട്ടാണ് മദ്രസയിൽ അത് നടക്കുന്നു ഇത് നടക്കുന്നു, തല്ലുന്നു പിച്ചുന്നു മാന്തുന്നു കുട്ടികളെ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറയുന്നത്. പക്ഷേ അതേക്കുറിച്ചിട്ടൊക്കെ നമുക്ക് വേറെ വീഡിയോയിൽ വരാം. അപ്പോൾ നമ്മൾ ഒരു കുറ്റം ഇങ്ങനെ ആരോപിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അത് നമ്മുടെ നേർക്ക് തന്നെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് പുള്ളിക്കാരത്തി സംസാരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത് നിങ്ങൾ സിംഗിൾ മദറാണ്, ഹെൽപ്പിന് ആരുമില്ല, വീട്ടിലുള്ള ഒരു ഉമ്മയോടാണെങ്കിൽ ഉടക്കുവാണ്. അപ്പോൾ അതൊക്കെ കരുതി വേണം മുന്നോട്ട് പോകാനായിട്ടുള്ളത്. എന്തിനും ഏതിനും 5 കുട്ടികൾ കൂടെയുണ്ട് എന്നുള്ളതൊക്കെ വാസ്തവം തന്നെയാണ്. പക്ഷേ അവർ കുഞ്ഞുങ്ങളാണ്. പിന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, നമുക്ക് മാർക്ക് കുറയുമ്പോൾ കുട്ടികളുടെ മുന്നിൽ കിടന്ന് ഇങ്ങനെ മാറത്തടിച്ചിടുന്ന് കരയും നിലവിളിക്കുകയൊന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്ന അമ്മമാർ ഉണ്ടാവാം. അവർ കൂടെ കേൾക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. നമ്മുടെ മക്കൾക്ക് മാർക്ക് കുറഞ്ഞു പോയെന്നും പറഞ്ഞിട്ട് നമ്മൾ അവരുടെ മുന്നിൽ കിടന്ന് ഞാൻ എങ്ങനെ വളർത്തിയ മക്കളാണ്, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് നിലവിളിച്ച് കഴിഞ്ഞാൽ ആ നഷ്ടപ്പെട്ട മാർക്ക് തിരികെ കിട്ടത്തില്ല എന്ന് നിങ്ങൾ ആദ്യം ഓർക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമെന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് സപ്പോർട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. പോട്ടെ, നഷ്ടപ്പെട്ടതൊന്നും നമുക്കുള്ളതല്ല, ഇനി നേടാനിരിക്കുന്നതാണ് നമുക്കുള്ളത് എന്ന് പറഞ്ഞ് അവരുടെ മനസ്സിലേക്ക് ഒരു പ്രതീക്ഷയുടെ പുതിയ വെളിച്ചം ഇട്ട് കൊടുക്കണം അവരുടെ ഉള്ളിലേക്ക്. മോനെ കൊണ്ട് ഇനി സാധിക്കും, പോയ മാർക്കൊക്കെ പോട്ടെടാ, നമുക്ക് ഇനി അതുകൂടി ചേർത്ത് മേടിക്കാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞ് ആ കുഞ്ഞിൻ്റെ മനസ്സിൽ നല്ല ഒരു വെളിച്ചം കടത്തി വിടുന്നതിന് പകരം താങ്കൾ ഇങ്ങനെ കരഞ്ഞ് ബഹളം വെച്ച് കഴിഞ്ഞാൽ അവൻ ഡൗൺ ആയി പോവും. ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ ക്യാരക്ടറൊക്കെ ഇപ്പോൾ ഷാജി മാത്രമല്ല, ഇതുപോലുള്ള അമ്മമാർ കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഇളം മനസ്സാണെന്ന് പറയാൻ പറ്റില്ല, പക്വത ഇല്ലെന്നും പറയാൻ പറ്റില്ല. പക്വത കൂടിപ്പോകുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ കുട്ടികളെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോൾ അവർ പോയി വല്ല കൈയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ജന്മം മുഴുവൻ നമ്മൾ കണ്ണീര് കുടിച്ചിട്ട് ഒരു കാര്യമില്ല. മാർക്ക് കുറഞ്ഞു പോയെങ്കിൽ നമ്മൾ ഒന്നുകൂടി അവരെ കെയർ ചെയ്തു കഴിഞ്ഞാൽ അവർക്കത് തിരിച്ചെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഓർത്തിട്ടൊന്നും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ എൻ്റെ ഒരു കാര്യമാണെങ്കിൽ എൻ്റെ മോന് SSLCക്ക് ഫസ്റ്റ് അവന് മാത്സ് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവൻ +2 കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ഫസ്റ്റ് മാർക്ക് പോയായിരുന്നു. പിന്നീടാണത് മാത്സ് എഴുതിയെടുത്തത്. അപ്പോൾ ആ ഒരു സമയത്ത് മാർക്കിൻ്റെ ഇത് വന്നപ്പോഴത്തേക്ക് മാത്സിന് കണക്ക് 2-3 മാർക്കിൻ്റെ വ്യത്യാസത്തിൽ മാത്സ് പോയി എന്നറിഞ്ഞപ്പോൾ ഞാൻ അവന് അപ്പം തന്നെ പോയി ഒരു പാക്കറ്റ് മുട്ടായി മേടിച്ചുകൊണ്ട് കൊടുത്തു. അവൻ ചോദിച്ചാൽ എന്താ അമ്മ എനിക്ക് മുട്ടായി വാങ്ങിച്ചുകൊണ്ട് തരുന്നത്, എനിക്ക് മാർക്ക് പോയില്ലേ? ഞാൻ പറഞ്ഞു സാരമില്ല മോനെ, അത് നിനക്ക് എഴുതിയെടുക്കാൻ പറ്റുമല്ലോ, അത് അത്രയേ ഉള്ളൂ, എല്ലാവരും നല്ല മാർക്കോട് കൂടി പാസ്സായി കഴിഞ്ഞാൽ പിന്നെ എന്താടാ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മോനത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും പറയും. എൻ്റെ മോൻ ഒരുപാട് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയൊന്നുമല്ല, അവൻ എങ്ങനെയൊക്കെയോ ജയിച്ചു, അത്രയേ ഉള്ളൂ. പക്ഷെ മോള് നന്നായിട്ട് പഠിക്കും. മോള് +2 പോലും വളരെ നല്ല മാർക്കുണ്ടായിരുന്നു. SSLCക്കാണെങ്കിൽ മോൾക്ക് എത്ര 4 5 A+ 1 മറ്റോ Aയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അവളാണെങ്കിൽ ട്യൂഷനെ ഒന്നും പോയിട്ടുള്ള കുട്ടിയല്ല, ഗ്രേസ് മാർക്കോ ഒന്നുമില്ല, അത്ര നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു. +2 വന്നപ്പോഴും അതുപോലെ തന്നെയാണ്. +2 വന്നപ്പോൾ മാർക്ക് കുറച്ച് കുറഞ്ഞു. പക്ഷേ പുള്ളിക്കാരത്തി ട്യൂഷനൊന്നും പോയിട്ടൊന്നുമില്ല. അവൾക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നു, 1556 അത്ര മാർക്കോ അത്രയും കണ്ടെയാണെന്ന് തോന്നുന്നു, എനിക്ക് ക്ലിയറായിട്ട് ഓർമ്മയില്ല.
അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ അവൾക്ക് നല്ല മാർക്ക് മേടിച്ചപ്പോഴത്തേക്ക് അവൾക്ക് മുട്ടായൊക്കെ മേടിച്ച് ചിലവ് ചെയ്തില്ലേ. അപ്പോൾ അതുപോലെയല്ല എൻ്റെ മോൻ, അവനൊരു മാർക്ക് നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഒരു വിഷയം നഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ട് അവനെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരേപോലെ സ്കില്ലുണ്ടായി എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, കുട്ടികളെ നമ്മൾ ഒരിക്കലും മനഃപ്രയാസപ്പെടുത്താൻ പാടില്ല. പോയത് പോട്ടെ, ഇനി നേടാൻ സാധിക്കും, നമുക്കതിനെ ട്രൈ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിൻ്റെ നെറുകയിലൊരു മുത്തമൊക്കെ കൊടുത്തിട്ട് അവനെ സമാധാനിപ്പിക്കുക വേണ്ടത്. അല്ലാണ്ട് അവൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇമ്മാതിരി കിടന്ന് ബഹളം വെച്ച് നമ്മൾ ആളെ കൂട്ടാനിരുന്ന് കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ മനസ്സ് എങ്ങോട്ട് പോവും? അതുമാത്രമല്ല, മിക്ക അമ്മമാർക്കും ഉള്ള കുഴപ്പമാണ്, എല്ലാവരുടെയും കാര്യം പറയുന്നില്ല, എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ കുട്ടികളെ കൂടി വലിച്ചഴിക്കും. ഷാജിയുടെ കാര്യം അത് കണക്ക് തന്നെയാണ്. ഷാജിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരെ ആ കുട്ടികളെടുത്ത്, ഞാനിപ്പോൾ കണ്ടൊരു വീഡിയോ ആണ്, 1-2 വീഡിയോകൾ കണ്ടു കേട്ടോ, അവരുടെ ലൈവാണ്. അവർ കുട്ടികളെ കൂടി അവിടെ മദ്രസയിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങളാണ്, അതെന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ പുള്ളിക്കാരത്തി സംസാരിക്കുന്നുണ്ട്. പുള്ളിക്കാരത്തി സംസാരിച്ചിട്ട് അത് ആ കുട്ടികളോട് പറഞ്ഞ് കൺഫേം ചെയ്യാണ്. ആരെ ബോധ്യപ്പെടുത്താനാണ്? നമ്മുടെ കയ്യിലൊരു ചാനലുണ്ടെന്നും പറഞ്ഞിട്ട് നമ്മൾ എല്ലാം വിളിച്ച് പറയാനായിട്ടിരുന്നാലേ ഷാജി നമ്മൾ ഒറ്റപ്പെട്ടു പോവും. കുറേയൊക്കെ പറയാം, കുറേയൊന്നും പറയാനായിട്ട് ഇരിക്കരുത്. നമ്മളെല്ലാവരും പറയും, എന്ത് കണ്ടാലും നമ്മൾ സമൂഹത്തിൽ എന്ത് കണ്ടാലും നമുക്ക് അതിനെതിരെ പ്രതികരിക്കണം എന്നൊക്കെ എല്ലാവരും പറയും. അങ്ങനെ പ്രതികരിക്കുമ്പോൾ നമുക്ക് കുറേയേറെ ശത്രുക്കളും ഉണ്ടാവും. അതിനെ ചെറുത്ത് നിൽക്കാൻ നമുക്ക് വലുതായിട്ട് ആരും ഇല്ല എന്നുള്ള കാര്യവും കൂടി ഒന്ന് ബോധ്യപ്പെടണം, മനസ്സിലുണ്ടാവണം. എന്ന് കരുതിയിട്ട് പ്രതികരിക്കുന്നവരെ ഞാൻ പിന്തിരിപ്പിക്കുകയല്ല ചെയ്യുന്നത്. പ്രതികരിക്കുമ്പോൾ നമ്മൾ ആരാണെന്നും നമുക്ക് ചുറ്റും ആരുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനെന്നും കൂടി ഓർക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ഇതിൻ്റെ ബാക്കി ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. പുള്ളിക്കാരത്തിയുടെ കരച്ചിൽ കൊണ്ടൊന്നും ആയിട്ടില്ല, ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരത്തി വലിയ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതേക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു വരാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. ബൈ.